എവ്രിവൺ, എൻ്റെ കൂടെ ഉള്ളത് അഗെയിൻ സൈലത്തിൻ്റെ പ്രൈഡ് ആയിട്ടുള്ള 2 ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ഫ്രം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ആദ്വിക ആൻഡ് കീർത്തന. ഇവർ നമ്മുടെ കേരള യാത്രയിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇവർ സംസാരിച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഷി സ്കോർഡ് 573 ആൻഡ് 570 അല്ലേ, കീർത്തനയുടെ സ്കോർ 570 ആണ്. ബിക്കോസ് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നീറ്റ് 2025 ഇറ്റ് വാസ് വൺ ഓഫ് ദ ടഫസ്റ്റ് പേപ്പർ. അതിലത്തെ ഒരു സ്കോർ വാങ്ങുക എന്നുള്ളത് ഇറ്റ്സ് റിയലി സംതിങ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ നല്ലൊരു അടിപൊളി ക്യാമ്പസിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് നിങ്ങളെ കാണാൻ പറ്റുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. വി ആർ വെരി ഹാപ്പി ആൻഡ് വെരി വെരി പ്രൗഡ്. പിന്നെ എക്സ്പീരിയൻസ് പറയൂ ക്യാമ്പസിലെ, ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? സോ ഫാർ ക്യാമ്പസ് ഇറ്റ്സ് എ ഹ്യൂജ് ക്യാമ്പസ്. സോ നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഫെസിലിറ്റീസൊക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്ട്രുമെൻസ് ഒക്കെ കിട്ടും ലാബ്സിലൊക്കെ. അപ്പോൾ അതൊക്കെ മേ ബി നമുക്ക് ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഒരു പ്രിവിലേജാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും ഇവിടെ. അതൊരു നല്ലൊരു പോയിൻ്റാണ്. പിന്നെ എക്സ്ട്രാ കരിക്കുലേഴ്സിനാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഗ്രൗണ്ടും സ്വന്തമായിട്ട് എല്ലാ സ്പോർട്സിനും ക്ലബ്സ് ഉണ്ട്. ചില സ്പോർട്സിന് കോച്ചസും വരെയുണ്ട്. നമ്മളെല്ലാം മാക്സിമം ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അത് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട്. അടിപൊളിയാണ് ക്യാമ്പസ് ലൈഫൊക്കെ അടിപൊളിയാണ്. ഓക്കെ, നൈസ്. സോ അക്കാഡമിക്സിനെ കുറിച്ച് പറയുമ്പം എങ്ങനെയുണ്ട് കീർത്തന? കോളേജിൽ അക്കാഡമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നമ്മൾ നീറ്റ് പഠിച്ച കൂട്ടല്ല, കുറച്ചൊരു ടഫാണ്. പക്ഷെ അത് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അത്രയ്ക്ക് നമ്മൾ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫോണുണ്ട്, അതേപോലെ തന്നെ നമുക്ക് പേരൻസിനെ കോൺടാക്ട് ചെയ്യാം, ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഔട്ടിങ്ങിന് പോവാം, അതേപോലെ ഒത്തിരി. പിന്നെ അതുകൂടാതെ നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ട്രെസ്സ് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, അപ്പം സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കുറേ നാളൊക്കെ നീറ്റിന് വേണ്ടി പഠിക്കുകയായിരുന്നു, പ്രിപ്പയർ ചെയ്യായിരുന്നു. സോ നൗ യു ആർ യു ഹാവ് റീച്ച് യുവർ ഡ്രീം പ്ലേസ്, സംതിങ് ലൈക്ക് ദാറ്റ്. അതായത് നിങ്ങൾക്കൊരു ഡ്രീം ആയിരുന്നു MBBS പഠിക്കുക എന്നുള്ളത് അല്ലേ, അതായത് ഒരു മെഡിക്കോ ആവുക. സോ നൗ യു ആർ ദെയർ. സോ വാട്ട് ഡു യു ഫീൽ? എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നതിനെക്കാട്ടിലും കൂടുതൽ പേരൻസിന് അതേപോലെ നാട്ടുകാർക്കൊക്കെയാണ് സന്തോഷം. എനിക്ക് നല്ല സന്തോഷമുണ്ട്. പക്ഷെ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് എന്തോ കിട്ടി എന്നുള്ളൊരു ഫീലാണ്. ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാവും. കാരണം അവർക്ക് അതിന്റെ വാല്യൂ അറിയാം. ബിക്കോസ് യുവർ ഫ്യൂച്ചർ ഇസ് സെറ്റിൽഡ് നൗ. അപ്പോൾ അവർക്ക് അത് അറിയാം ദാറ്റ് നൗ യു വിൽ ബി യു ആർ ഇൻ എ സേഫ് പ്ലേസ്, യു വിൽ ഹാവ് എ സേഫ് കരിയർ ആൻഡ് എവറിത്തിങ്. അപ്പോൾ അതോർത്തിട്ടാണ് അവർക്ക് ഭയങ്കര സന്തോഷം അല്ലേ? അദ്വികയുടെ ഫീലിംഗ് എന്താണ്? കീർത്തന പറഞ്ഞായിട്ട് ഞാൻ അഗ്രി ചെയ്യുന്നു. ആക്ച്വലി നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു രീതിയിലൊരു വലിയ സന്തോഷം കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം അവരത്രയും നമുക്ക് വേണ്ടി ചെയ്തതല്ലേ. ആ ഒരു ടൈമിൽ അവർ തന്ന സപ്പോർട്ടിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റിയെന്നൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെ നമ്മളിട്ട എഫേർട്ടിനൊക്കെയുള്ള റിസൾട്ട് ഇൻ റിയൽ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മൾ എത്ര കാലം ഹോസ്റ്റലിലൊക്കെ ഇരുന്ന് ആഗ്രഹിച്ച ഒരു മൊമെൻറ്റിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്നൊരു ഫീലിംഗ് നമുക്ക് വരാറുണ്ട് എപ്പോഴും. ദാറ്റ്സ് നൈസ്. പിന്നെ സൈലത്തിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയോ? സൈലത്തിലെ എക്സ്പീരിയൻസ് എന്നും അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ തീരാത്ത അത്രയും ഇതാണ്. കാരണം ആക്ച്വലി നമ്മൾ ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ സൈലത്തിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. നമുക്ക് ഇനി എങ്ങോട്ടാണ് നമ്മുടെ കറക്റ്റ് കാലിബർ മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഗൈഡൻസൊക്കെ തന്നത് സൈലത്തിൽ നമ്മുടെ ഫാക്കൽറ്റീസാണ്. നമുക്ക് വരുമ്പോൾ ഏത് ഡയറക്ഷനാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷേ അവർ കറക്റ്റായിട്ട് നമ്മളെങ്ങനെ വർക്ക് ചെയ്യണം എല്ലാം കറക്റ്റായിട്ട് ഒരു സ്ട്രക്ചേർഡ് രീതിയിലാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ DPP ഇന്ന ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം. നമ്മുടെ സത്യം പറഞ്ഞാൽ അവർ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് നമ്മൾ കോളേജിൽ ചേരുന്നവരെ നമ്മുടെ കൈയും പിടിച്ച് കൊണ്ട് നടന്നിട്ടാണ് അവിടെ വരെ എത്തിച്ചത്. ഇപ്പോഴും വരുന്നുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് ശരിക്കും അതൊരു ഫാമിലി പോലെയായി. നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ ഹൗ ഡിഡ് യു യൂസ് സ്റ്റഡി മെറ്റീരിയൽ? മേ ബി കീർത്തന ഒന്ന് പറയോ? ഞാൻ DPP അല്ലാണ്ട് പുറത്തൊന്നും നോക്കിയിട്ടില്ല. വേറെ ക്വസ്റ്റ്യൻ ബാങ്ക് ഇപ്പം ഫിംഗർ ടിപ്സ് എന്നൊക്കെ പറയുന്ന തൊട്ട് അത് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. DPP മാത്രം ഫോളോ ചെയ്ത് വന്ന ഒരാളാണ്. അതേപോലെ തന്നെ സൈലം പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് ഇപ്പോൾ 35 years ക്വസ്റ്റ്യൻ ബാങ്ക് അത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്നാണ് എനിക്ക് ഇത്ര ഒരു സ്കോർ കിട്ടിയത്. ഹൈബ്രിഡ് സിസ്റ്റത്തിലല്ലേ നിങ്ങൾ പഠിച്ചത്? 1 day ഓൺലൈൻ 1 day ഓഫ്ലൈൻ. അത് എങ്ങനെയായിരുന്നു? ക്ലാസ്സസ് ഒക്കെ ഹൗ ഡിഡ് ഇറ്റ് ഹെൽപ്പ് യു? ആക്ച്വലി ഭയങ്കര ഒരു യുണീക്ക് സിസ്റ്റമായിരുന്നു. ഞാൻ വേറെ ഒരിടത്തും ഇങ്ങനെ ഒരു സിസ്റ്റത്തിനെ പറ്റി കേട്ടിട്ടില്ല. പക്ഷെ അത് നമുക്ക് ഭയങ്കര എഫക്റ്റീവായിരുന്നു. കാരണം നമുക്കൊരു സ്ട്രെസ് ഇല്ലാതെ നമുക്ക് പഠിക്കാനായിട്ട് ടൈം കിട്ടും. ഒരു ദിവസം ഈവനിങ് വന്നിട്ട് ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആ ദിവസത്തെ പോർഷൻസ് നോക്കാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ദിവസം നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്ത് പോവാം. നമുക്ക് ഒരു ടോപ്പിക്ക് പഠിക്കാൻ 2 അവസരം കിട്ടുവാണ് അപ്പം തന്നെ. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എപ്പോഴും ആലോചിക്കും, എപ്പോഴും കോളേജിലും അങ്ങനെ ഹൈബ്രിഡ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇത് ഒരുപാട്
ഒരുപാട് പേര് ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. ലൈക്ക് എവ്രി MBBS കയറി എല്ലാവരും പറയുന്നത് വി വിഷ് ഇപ്പം ഞങ്ങൾ ഹൈബ്രിഡ്സ് ഭയങ്കര മിസ് ചെയ്യുന്നു. ബിക്കോസ് ഒരു ബ്രേക്ക് ഇല്ലല്ലോ. സ്ട്രെസ് ഇല്ലാതെ പഠിക്കാൻ പറ്റി നമുക്ക്. കറക്റ്റ്. മേ ബി യു ഷുഡ് ടെൽ യുവർ faculty here to bring in hybrid system. Okay. പിന്നെ നിങ്ങൾ ഒരുപാട് എക്സാംസ് എഴുതിയിട്ടല്ലേ ഫൈനൽ നീറ്റ് എക്സാം ഹോളിലേക്ക് പോയത്. അപ്പം ഇത്രയും ടഫ് പേപ്പറാണ് നിങ്ങൾ എഴുതിയത്. സോ ഹൗ ഡിഡ് ദോസ് എക്സാംസ് ഹെൽപ്പ് യു? ലൈക്ക് നമുക്ക് തോന്നുന്നുണ്ടോ അത്? എക്സാംസ് ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ടൈം മാനേജ് ചെയ്യാനും അതേപോലെ തന്നെ ഈ മോക്ക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് കുറേയൊക്കെ നമ്മുടെ ആക്ച്വൽ നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചോദിക്കൂല എന്ന് വിചാരിച്ച് ഇൻട്രൊഡക്ഷൻ പേജിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമുക്ക് മോക്ക് എക്സാമിന് ചോദിച്ചത് കൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റി. അങ്ങനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മോക്ക് എക്സാം. ഓക്കെ. അതേപോലെ ലൈക്ക് നമ്മുടെ ക്യാമ്പസിലാണെങ്കിലും യു ഹാഡ് ലൈക്ക് ആക്റ്റീവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ആൻഡ് ലൈക്ക് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം. ആൻഡ് ആഫ്റ്റർ എക്സാംസ് ഓൾസോ നമ്മൾ വീഡിയോ സൊല്യൂഷൻസ് ഒക്കെ തരുമായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് എന്താണ്? ഇറ്റ് വാസ് ക്വൈറ്റ് ഹെൽപ്ഫുൾ. ലൈക്ക് ഒരു എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ എത്തുമ്പോൾ ഫസ്റ്റ് അന്ന് വൈകുന്നേരം നമ്മളെല്ലാവരും ഓൺലൈൻ സൊല്യൂഷൻസ് നോക്കും. അന്ന് വൈകുന്നേരം തന്നെ വരും ഓൺലൈൻ കറക്റ്റ് സമയത്ത്. ലൈക്ക് വിത്തിൻ 2 hours ഓഫ് ദി എക്സാം ഓൺലൈൻ സൊല്യൂഷൻസ് എല്ലാ സബ്ജക്റ്റിനും കിട്ടാറുണ്ട്. അത് നമുക്ക് റിവ്യൂ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ആ എക്സാമിൽ തെറ്റിയ ക്വസ്റ്റ്യൻസ് നോക്കാം, റിവൈസ് ചെയ്യാം. അടുത്ത ദിവസം ക്യാമ്പസിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും അപ്പോൾ ഫ്രീ ആയിരിക്കും. ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ആയിട്ട് പോവാം. അവരങ്ങനെ അത്രയും അപ്രോച്ചബിൾ ആയിരുന്നു നമുക്ക്. അപ്പോൾ വൈകുന്നേരം ഓൺലൈൻ ക്ലാസ് കണ്ട് ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അടുത്ത ദിവസം നമുക്ക് പോയി ചോദിക്കാം. ഒരു കംഫർട്ടബിൾ സിസ്റ്റം ആയിരുന്നു നമുക്ക്. സോ ദാറ്റ് ഹെൽപ് യു, റൈറ്റ്? ഓക്കെ. സോ ഇപ്പം നിങ്ങൾ ഇവിടെ വന്നപ്പം ഇതുവരെ നിങ്ങൾ MBBS പഠിക്കണം അല്ലേ, ഒരു കോളേജിൽ കയറണം എന്നുള്ളൊരു ഇതിലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ യു ആർ ആക്ച്വലി സീയിങ് ഇറ്റ്. ലൈക്ക് എങ്ങനെയായിരിക്കും പേഷ്യൻസ് ഉണ്ടാവുക? പേഷ്യൻസിന് നിങ്ങൾ കാണണ്ടാവില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ലൈക്ക് അനാറ്റമി ആണെങ്കിലും ഡൈസെക്ഷൻസും കാഡവറൊക്കെ കണ്ട് ആ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസിലേക്ക് വരല്ലേ. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ എന്താണെന്നൊരു ബോധം ഇല്ലാണ്ട് ഞാൻ വന്നത്. ഓക്കെ. എന്താണ് നടക്കാൻ പോകുന്നതെന്നോ അങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല. അപ്പം ഡിസെക്ഷൻ ഹാളിൽ കയറുമ്പോഴും എല്ലാവരും പറഞ്ഞു നീ തല ഇറങ്ങി താഴെ വീഴും. പക്ഷെ അത്രയൊന്നും ഉണ്ടായില്ല. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ശരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ഒന്നും. ഞാൻ ഒരു കാര്യം എൻ്റെ മൈൻഡിൽ വിചാരിച്ചില്ല ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം, അതൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ വന്നു, ഇവിടെ നിന്നു, കാര്യങ്ങളൊക്കെ കണ്ടു, കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പം കുറച്ചുകൂടെ നീറ്റിനേക്കാളും ലെവൽ കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പോവാ. ഓക്കെ. സോ ലൈക്ക് ഇപ്പം നമ്മൾക്ക് കുറച്ച് ഇനീഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും, ബട്ട് സ്റ്റിൽ യു വിൽ ഗെറ്റ് അലോങ് വിത്ത് ദ ഫ്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് പേഷ്യൻസിനെയൊക്കെ കാണാൻ തുടങ്ങുമ്പോൾ യു വിൽ ഹാവ് ദാറ്റ് റിയൽ ടൈം എക്സ്പീരിയൻസ്, റൈറ്റ്? ആക്ച്വലി ഇറ്റ്സ് ക്വൈറ്റ് എക്സൈറ്റിംഗ്. കാരണം നമ്മളിപ്പോൾ പഠിക്കുന്നതെല്ലാം ഒരു ക്ലിനിക്കൽ ബേസിസിലാണ്. ഇന്ന് ലൈക്ക് നമ്മളൊരു ഒരു ഓർഗനോ ഒരു ഫിസിയോളജിയോ പഠിക്കുമ്പോൾ അത് എങ്ങനത്തെ കേസസ് ആണ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന് നമുക്ക് ഒരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ടുണ്ടാവും. സെപ്പറേറ്റ് ക്ലാസ്സസ് നമുക്ക് കേസസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ശരിക്കും എല്ലാം ഭയങ്കര റിയലായി. നമ്മൾ നീറ്റിന് പഠിക്കുമ്പോൾ നമ്മൾ തിയറി മാത്രം ജസ്റ്റ് കണ്ടുപോകുന്നല്ലേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ കാണാൻ പറ്റും. അത് നമുക്ക് ആക്ച്വലി കോറിലേറ്റ് ചെയ്ത് പഠിക്കാൻ, ലൈക്ക് നേരത്തെ പഠിച്ച പോലെ എല്ലാം ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ എല്ലാം പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. എല്ലാം ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര വലിയൊരു ഡിഫറൻസ് ആണ്. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് നമുക്ക് ആക്ച്വലി. ലൈക്ക് ആ സബ്ജക്റ്റിനോടുള്ളൊരു ഇഷ്ടം നമുക്ക് കൂടും. ഓക്കെ. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ദാറ്റ്സ് റൈറ്റ്. ഇനി കുറച്ചും കൂടി ഡെപ്തിൽ അത് പഠിക്കുകയും ചെയ്യും അല്ലേ? ഇനി ക്ലിനിക്സിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ കേസസ് എല്ലാം ഇൻ പേഴ്സൺ കാണാൻ പറ്റും. ടീച്ചേഴ്സ് എല്ലാവരും എപ്പോഴും പറയും നിങ്ങൾ ഈ വാർഡ്സിൽ പോകുമ്പോൾ ഇന്ന കേസസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും, എപ്പോഴും കാണുന്നതാ. അപ്പോൾ ടു ഇമാജിൻ ദാറ്റ് നമുക്കൊരു ടൈമിൽ ഇങ്ങനെ ഈ കേസസ് ആയിട്ട് വരുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും പറ്റും എന്ന് ആലോചിക്കുമ്പോൾ ഒരു ദാറ്റ്സ് എ നൈസ് ഫീലിംഗ്. ലൈക്ക് മോർ ഓവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ലൈക്ക് എ തിങ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് പാഷൻ ഓൾസോ. ജസ്റ്റ് ഒരു ജോബ് എന്നുള്ള ഒരു ഇതല്ലല്ലോ അല്ലേ, ലൈക്ക് എ സർവീസ്. പിന്നെ അത്രയും പാഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഫീൽഡിൽ പിടിച്ചെടുക്കാൻ പറ്റുക. യെസ്. അപ്പോൾ യു ആർ ഓൾ വെരി ബ്ലെസ്ഡ്. അപ്പോൾ എല്ലാം നന്നായി വരട്ടെ ആൻഡ് നല്ല ഡോക്ടേഴ്സായി വരട്ടെ. വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. നമുക്ക് സൈലമേൻസിന് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞാലോ? യെസ്. സോ ഫ്രം Xylem's future doctors to the upcoming future doctors, we are wishing you all the best.